കലോത്സവം കലകളുടെ ഉത്സവം മാത്രമല്ല, കൗതുകങ്ങളുടെ ഉത്സവം കൂടിയാണ്. ഇവിടെ ഒരു ചേട്ടൻ ഒരു ഏടാക്കൂടവുമായി വന്നു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. ആ ഏടാക്കൂടം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമുക്ക് ആ ചേട്ടനൊന്ന് പോയി കാണാം. ഇതാണ് ഏടാക്കൂടം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്താ ചേട്ടാ? പഴയ കാലത്തെ ഒരു കളിയുപാരനാണ് ഏടാക്കൂടം. അതാണ് ഈ കാണുന്നത്. അതാണ് പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞുതരുമോ? പലതരത്തിലുള്ള ലോക്ക് ഉണ്ടായിരിക്കും. ലോക്കുകളാണിത്. ലോക്ക് അഴിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ കഴിയണം. പലതിനും പല ലോക്കായിരിക്കും. അഴിച്ചാൽ സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. സ്വയം പഠിക്കാനുള്ളൊരു വസ്തുവാണ് ഏടാക്കൂടം. സ്വയം പഠിക്കാനുള്ള, അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇത് ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണോ? ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ആണ്. ചേട്ടൻ എവിടെ സ്ഥലം? തൃശ്ശൂർ. ആറങ്ങോട്ടുകരാന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകരാന്ന് പറയും. ഇത് ഒന്നിന്റെ ഒരു പ്രവർത്തനം ചേട്ടൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ? അത് മാത്രം നടക്കില്ല. ആവശ്യക്കാർക്ക് അതിന്റെ ടെക്നോളജി മാത്രം പറഞ്ഞ് മനസ്സിലാക്കി. ആവശ്യക്കാർക്ക് ഞാൻ ഒന്ന് കയ്യിലെടുത്ത് നോക്കട്ടെ. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തു നോക്കുന്നതിനും കുഴപ്പമില്ല, മറ്റാരും ചെയ്തു നോക്കുന്നതിനും കുഴപ്പമില്ല. സ്വയം പഠിക്കാനുള്ളതാണ്. ഇതെങ്ങനെയാ അഴിക്കുക? അതാണ് ചലഞ്ച്. അത് 3 പീസിന്റെ മുകളിൽ 3 തരത്തിലുള്ള കട്ടിങ് ആയിരിക്കും. 3 ഒരേ കട്ടിങ് ആയിരിക്കും, ഒരേ സെയിം കട്ടിങ് ആയിരിക്കും. പലതരത്തിലുള്ളതുണ്ടല്ലേ? ഇത് എത്ര മര പീസ് ചേർത്തിട്ടാ ഇതുണ്ടാക്കി? എത്ര പീസ് ഉണ്ട് ഇത്? ഇത് 3 പീസ്. ഈ 3 പീസ് നമ്മൾ വേർപ്പെടുത്തണം, അതുപോലെ സെറ്റ് ചെയ്യണം. ഇതിന്റെ ചലഞ്ച് എന്താ? ഇത് 8 ഹോളിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ കയറ്. അതിന്റെ ഉള്ളിൽ നിന്ന് ഈ വള മാത്രം ഊരിയെടുക്കണം. കയറ് അതേപോലെ അവിടെ കിടക്കണം. വള മാത്രമേ പുറത്തെടുക്കാൻ പാടുള്ളൂ. 8 ഹോളിന്റെ ഉള്ളിൽ കയറ് അവിടെ കിടക്കുകയാണ്. ഓഹോ, ഇതോ ചേട്ടാ ഇതെന്താ? ഇതെങ്ങനെയാ? നമ്പറുകളാണ്. ഈ നമ്പറെല്ലാം ക്രമീകരിച്ച് കൊണ്ടുവരാൻ കഴിയണം. 15 നമ്പർ ഉണ്ടായിരുന്നു. ഇത് നീക്കി കളിച്ചിട്ട് ചുവന്ന കട്ടേനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. എടുത്തു വെക്കാൻ പാടില്ല, ഒന്നും എടുത്തു വെക്കാൻ പാടില്ല. ഇതിന്റെ വലുതാണല്ലേ? ഇതൊക്കെ പല ടൈപ്പാണ്, പലതരത്തിലുള്ള ലോക്കാണ്. ചേട്ടൻ ഇതെങ്ങനെ ചേട്ടാ ഈ പരിപാടി തുടങ്ങിയത്? അതെങ്ങനെയാ ഞാൻ പറഞ്ഞത്? നമ്മള് വർക്ക് മരപ്പണികൾ നടക്കുന്ന ആളാണ്. നമുക്ക് പല ടെക്നിക്കും. ചേട്ടൻ പണ്ട് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു? സ്വന്തം ഇല്ല, ഇതിപ്പോ ഒരു 15 വർഷമായിട്ടുള്ള പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് മുന്നേ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വേദികളിലൊക്കെ വരുമ്പോൾ ആളുകൾ കൗതുകത്തോടെ വന്ന് നോക്കാറുണ്ടോ? വേദികളിലൊക്കെ തന്നെ പോകാറ്, വേറെ എവിടെ പോയില്ല. ആർക്കും പറഞ്ഞു കൊടുക്കില്ല എങ്ങനെ തുറക്കുന്ന രീതിയിൽ? സ്വയം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആളുകളൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ആരെങ്കിലും വന്ന് വാങ്ങിക്കും, കുറെ നോക്കും. എങ്ങനെയാണ് ഇതിന്റെ വില വരുന്നത് ചേട്ടാ? ചേട്ടാ എടുത്തു നോക്കിയോ? ഏടാക്കൂടെ എടുത്തു നോക്കിയോ ചേട്ടൻ? ഏടാക്കൂടെ എടുത്തു നോക്കിയോ? അതൊന്ന് എടുത്തു നോക്ക് ചേട്ടൻ. അത് അഴിക്കാൻ പറ്റുമോ നോക്ക്. ഇവിടെ എടുക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് എത്ര നേരമായി നോക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോ 10 മിനിറ്റോളായി, പക്ഷെ നടക്കുന്നില്ല ഒന്നും അല്ലേ? എന്തായാലും നല്ലൊരു അടിപൊളി ഏടാക്കൂടാണ് ചേട്ടാ. ഇനിയുണ്ടോ ഐറ്റംസ്? 15 കഷ്ണങ്ങളോ? ചേട്ടൻ വെറും താല്പര്യം കൊണ്ട് മാത്രം ഉണ്ടാക്കി തുടങ്ങിയതാണിത്. അഴിച്ചില്ല, പരാജയപ്പെട്ടു. എന്താ ചെയ്തപ്പോ എന്താ തോന്നിയത്? ഒന്നും നടക്കുന്നില്ല, എല്ലാം ഇത് ഇക്കാലത്ത് ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ടോ? മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ കൗതുകം തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഓക്കെ ചേട്ടാ, ഏടാക്കൂടം നടക്കട്ടെ.